ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണിത്. അതായത് കൊട്ടാര തുല്യമായ ഒരു ലക്ഷറി ഹൗസാണ്. എല്ലാ സൗകര്യം നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു വീട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാ സെറ്റപ്പുള്ള വീടാണിത്. ഞാൻ എല്ലാരും നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഈ വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണണം. കാരണം സ്കിപ്പ് ചെയ്യാണ്ട് കാണും. കാരണം ഇതേ കൂട്ടത്തെ ഒരു വീടൊക്കെ നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ കൂടുതൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇതേപോലത്തെ ഒരു വീഡിയോ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഇതേ കൂടത്തെ ഒരു വീടിനൊക്കെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് വീടിനാണ് ലൈക്ക് അടിക്കണം. അല്ല മാങ്ങയൊക്കെ ഉണ്ടാക്കിടണം, കയ്യെത്തും ദൂരത്തരം മാങ്ങയൊക്കെ ഉണ്ടാക്കി എടുക്കണം. നല്ല സെറ്റപ്പ് വീട് വെച്ചാൽ അത്രയും സൗകര്യം. 6 ബെഡ്റൂം, 70 സെന്റ് സ്ഥലം. ഈ വീടിന്റെ അകത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണേണ്ടത്. കാരണം അത്രയും ലക്ഷറി ആയിട്ടാണ് വീട് പണിതേക്കണം. എല്ലാ സൗകര്യവും, അതായത് ഒരേ ബെഡ്റൂം അതിന്റെ സെറ്റപ്പ് ഒക്കെ നിങ്ങളൊന്ന് കാണണം. കണ്ടാലാ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് അത് തന്നെ ഇതിന്റെ പറമ്പും കാര്യങ്ങളും ഇതിന്റെ അത് മരങ്ങള് അതൊക്കെ ഒന്ന് കാണാം. കാരണം ഇതിന്റെ ചുറ്റുപാട് കൊണ്ട് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഈ വീടിന്റെ പുറത്തോട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലല്ല അത്രയും കൂളിങ്ങും, കാരണം ഇത്രയും ചൂടുണ്ടായിട്ട് പോലും നല്ല കൂളിങ്ങും, ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങൾ ഇതെല്ലാം നട്ടുപിടിപ്പിച്ചേക്കണം. കണ്ടാ അതൊക്കെ കംപ്ലീറ്റ് ഉണ്ട്. താഴത്തൊക്കെ കംപ്ലീറ്റ് വലിയ ചരലൊക്കെ ഇട്ട് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടാ ഇഷ്ടംപോലെ മരങ്ങളാണ്. എല്ലാരും ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ മറ്റേ ഇരുമ്പുള്ളി എന്നൊക്കെ പറഞ്ഞില്ല, ചെമ്മിപ്പുള്ളി എന്നൊക്കെ പറഞ്ഞ അത് മഞ്ഞ കളറല്ല, ഇത് മൊത്തം മഞ്ഞ കളറാണ്ട. ഇനി ഇതിന്റെ ബാക്കിൽ വേറെ ഉണ്ട്, അത് പച്ച കളറല്ല, നമ്മൾ സാധാരണ കാണുന്നത്. ചക്കയൊക്കെ ഉണ്ടാക്കിയൊക്കെ കണ്ട നല്ല വരിക്കച്ചക്കയാണ്. കണ്ട എന്താ ഒരു ഭംഗി നോക്കി. ഇതൊക്കെ തിന്നാൽ ഇതൊക്കെ പറമ്പിൽ ഉണ്ടാക്കിക്കിടക്കാൻ കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം കണ്ട ഈ പറമ്പ് നോക്കി, കണ്ട എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. അത് നല്ല പ്രൈം ലൊക്കേഷനും അത്രയും നല്ലൊരു സ്ഥലത്താണ് വീടിരിക്കണം. അതും 70 സെന്റ് സ്ഥലവും വീടുമാണ്. എന്താ ഒരു ഭംഗി നോക്കി. ഇവിടെയൊക്കെ വെച്ചാൽ വെയിലും കൂടി അകത്തോട്ട് വരൂല. കാരണം അത്രയും മരങ്ങളാണ്. വേണ്ട ഇത് തണലാന്ന് നോക്കി. ഇവിടെയൊക്കെ ഒന്ന് ഇരുന്നാൽ തന്നെ എന്തൊരു വേറെ വൈബാണ്. കണ്ടാ അടുത്ത പ്ലാവ് കണ്ട വെയിലിൽ വരെ ചക്ക കായ്ച്ചിറങ്ങണ. ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളാണ്. ഇവിടെ ഇല്ലാത്ത ഫലവൃക്ഷങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. എന്താ കണിക്കൊന്നൊക്കെ പൂത്തൊക്കെ ഉണ്ടാവും. വിഷുവായിട്ടില്ല, അതിക്ക് പിന്നെ കണിക്കൊന്നൊക്കെ പൂത്ത് അത്രയും എന്താ പറയുക. ഈ ഫ്രണ്ടിലൊക്കെ കാണുന്ന വീട്ടിലൊക്കെ ഡോക്ടർമാരാണ് താമസിക്കണം. അതെല്ലാം ഡോക്ടർമാരാണ്. കാരണം ഇത് ഒരു ഹോസ്പിറ്റലിന്റെ അടുത്താണ്. ഇത് മറ്റേ കാരിത്താസ് ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഈ വീട്. കണ്ട എന്താ ഒരു ഭംഗി നോക്കി. നല്ല പഠിപ്പുരയും വീടും എല്ലാം കൊണ്ടും നല്ല എന്താ പറയുക റിച്ചൊരു വീട് തന്നെ പറയാം. ഒറ്റ നില വീടാണ്ടത്. മുകളിലത്തെ ഒരു ഹാള് മാത്രമേ ഉള്ളൂ 2 നിലയിൽ വരുന്നത്. ഒറ്റ നില തന്നെ പറയാം. കാരണം നടുമുറ്റമൊക്കെ ഉള്ളൊരു വീടാണത്. അത് നടുമുറ്റവും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാരണം കാണാനുണ്ടത് അത്രയും നല്ലൊരു വീടാണ്. ഞാൻ ഇത്തിരി സ്പീഡാക്കി എടുക്കുകയാണ്. കാരണം ഈ വീഡിയോ ഭയങ്കര ലെങ്തിയാണ്. അപ്പൊ ഇത്തിരി സ്പീഡാക്കിയാണ്. കണ്ട അടുത്ത പ്ലാവും അതുപോലെ ചക്കയും, പ്ലാവും ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മാവ് എല്ലാം ഉണ്ട്, ചാമ്പ സകല മരങ്ങളുണ്ടെന്നുള്ളതാണ്. എല്ലാരും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം. കാരണം പുറത്തുപോയി വാങ്ങിക്കണ്ട. ഞാൻ വീഡിയോ ഭയങ്കര ലെങ്താണ്, കാരണം ഞാനത് ഇത്തിരി സ്പീഡാക്കിയത്. നിങ്ങൾക്കും സമയം നഷ്ടവുമില്ല. കണ്ടോ വീടിന്റെ അകത്തൊക്കെ കാഴ്ച കാണുമ്പോഴാണ് നിങ്ങൾ ഈ വീടിന്റെ സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ പുറം തന്നെ ഇത്രയും സെറ്റപ്പ് ഉണ്ട്. എന്തോരം വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. വണ്ടി പാർക്കണ കാര്യം ഒന്നും പറയാണ്ടിരിക്കല്ല. കാരണം ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 70 സെന്റ് സ്ഥലമുണ്ട്. 70 സെന്റ് ഉണ്ട്. അതിന്റെ സൈഡൊക്കെ ഉണ്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച്. എന്താ ഒരു ലുക്ക് നോക്കി. അത്രയും നല്ലോണം കെയർ ചെയ്യുന്ന ഒരു വീടാണ്. എന്താ എല്ലാരും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്.
അതേ കൂട്ട് സൂക്ഷിച്ച് കൊണ്ടുനടക്കേണ്ട ഒരു വീടാണ് ഇത്. ഈ വീടിന്റെ ഔട്ട് ഹൗസ് ഉണ്ടോ, സർവന്റെ ഒക്കെ താമസിക്കുന്ന ഒരു ഔട്ട് ഹൗസ് ആണ് അത്. ഇങ്ങനെ ബാക്കിലും എല്ലാം പേരൊക്കെ നിൽക്കണണ്ട, എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ളതാണ്. എന്താ എന്തോരം സ്ഥലമാണ് നോക്കി. ഇവിടെയൊക്കെ പച്ചക്കറി കൃഷി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ എന്തായാലും കൃഷി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ബാക്കിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വീട്ടിലത്തേക്കുള്ള കരക്കുള്ള സാധനങ്ങളെല്ലാരും ഇവിടെ തന്നെ കിട്ടും. വീട് വെച്ച് ഭയങ്കര വലിയ വീടുണ്ട്, 6000 സ്ക്വയർ ഫീറ്റ് എടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് പച്ചപ്പുളി. നമ്മൾ നേരത്തെ മഞ്ഞയിലുണ്ട്, ഇത് ബാക്ക് പച്ച. അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉള്ളൊരു വീട്. എന്തോരം സ്ഥലമാണ് നോക്കി, 70 സെന്റ് സ്ഥലവും വീടുമാണ്. എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതുപോലുള്ള ഒരു വീട്. അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കുന്ന വീട്. നിങ്ങൾ വീടിന്റെ അകവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് കിളിക്കൂടൊക്കെ ഉണ്ട് ഇവിടെ, ലവ് ബേർഡ്സ്. പുറത്തൊക്കെ കംപ്ലീറ്റ് വലിയ ചാറ്റിലിട്ടേക്കണം. ഇതെന്താ ലവ് ബേർഡ്സ്, അതും പ്രാവും കൂടൊക്കെ ഉണ്ട് അപ്പുറത്ത്. എല്ലാം ഉണ്ടെന്നുള്ളത് ഇവിടെ. എന്താ ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണ്. ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച്. ഇത് ഫാഷൻ ഫ്രൂട്ടാണ് മുകളിൽ ഇട്ടേക്കണം. ഇവിടെ വന്നത് എനിക്ക് സമയം പോണ പോലും അറിയൂല, അത്രയും നല്ല സെറ്റപ്പാണ്. അത് പുറത്തിരിക്കാൻ വേണ്ടി ഒരു സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. സിറ്റ് ഔട്ടിന്റെ ഒക്കെ വലിപ്പം കണ്ട എന്താ ഒരു ലുക്ക് നോക്കി. അത്രയും നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണിത്. ഇവിടുത്തെ വീടൊക്കെ കിട്ടല് വളരെ അപൂർവമാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ വിളിക്കുക, വീട് വാങ്ങാം. അങ്ങനെ ഇത്രയും സെറ്റപ്പിലൊക്കെ ഒരു വീട് പണിത് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 വർഷം കൂടി എടുക്കും. അങ്ങനെ ഇത്രയും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഈ ഒരു സെറ്റ് ആക്കണമെങ്കിൽ. എന്താ ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, വൈകുന്നേരമൊക്കെ ഒന്നിരിക്കുക. എന്താ ചാരുപടി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലക്ഷറി ആയിട്ട് പണിതേക്കുന്ന വീടാണ്. അത്രയും ലക്ഷറി തന്നെ പറയും. ഇതിന്റെ ഹാളൊക്കെ നിങ്ങളൊന്ന് കാണണ്ട, ഒരു കല്യാണം നടത്താൻ ഈ വീടിന്റെ അകത്ത് വെച്ച്. അത്രയും വലിയ ഹാളാണ്. വലിയ വാതിലും കട്ടിലേക്കാണ്. കാരണം ഇത്രയും വലിയ വീടിന് എന്താ ഹാളിന്റെ വലിപ്പം നോക്കി. എന്താ ഒരു കല്യാണം നടത്താൻ ഇതിന്റെ അകത്ത്. ഉയരെങ്കിലും വേണം, ഒന്നും എടുക്കണ്ട, ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നടുമുറ്റത്തിന്റെ ഒക്കെ വലിപ്പം കണ്ട. അതിനകത്ത് കംപ്ലീറ്റ് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ. കാരണം ചെടിയൊക്കെ വെച്ചാൽ ഗുണം എന്താണെന്നറിയാം, അതിനകത്ത് ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കുള്ളൂ. കണ്ടോ ഹാളിന്റെ വലിപ്പം കണ്ട. മുകളിലൊരു ചെറിയൊരു ഹാളുണ്ട്, ചെറുതല്ല അത്യാവശ്യം നല്ല വലുത് വേണ്ട, അത് മാത്രമേ ഉള്ളൂ മുകളിൽ. ബാക്കി താഴത്താണ് 6 ബെഡ്റൂം. കണ്ടോ ഹാളിന്റെ വലിപ്പം നോക്കിക്കോട്ടെ. ഒരു ഏരിയ, ഇത് ഇപ്പുറത്ത് രണ്ടാമത്തെ ഏരിയ. ഒരു 3 വീട്ടിലെ സെറ്റ് മേടിച്ചിടണം. 3 വലിയ വീട്ടിലെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒരു ഹാൾ ഇടാൻ പറ്റുള്ളൂ. കണ്ട അത്രയും വലിപ്പമാണ്. ഡൈനിങ് ഏരിയ ഉണ്ട്. ഇതിന്റെ ഒക്കെ കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് ലുക്കാണ് നോക്കി. ഇതിന്റെ കബോർഡ് കാര്യങ്ങൾ, ഇവിടുത്തെ ഫർണിച്ചർ തന്നെ വേറൊരു ലെവലാണ്. ഒരുപാട് ഐറ്റംസ് ആണ്. കണ്ടോ ഹാളിന്റെ വലിപ്പം കണ്ട. ഇഷ്ടംപോലെ ചെടിയും കാര്യങ്ങളും കണ്ട. അതിനകത്തൊക്കെ എല്ലാത്തിലും വെള്ളം വേണ്ട. എല്ലാത്തിലും വെള്ളം നനക്കാനുള്ള എല്ലാം ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും നടക്കും. നമ്മ ഒന്നും നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കണ്ട ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്, ഒരേ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കും. അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള വീട്. ഇതിന്റെ വാഷ് കൗണ്ടർ ചെയ്യണ്ട, ഇതിന്റെ വലിപ്പം കണ്ട, കബോർഡും കാര്യങ്ങളും എന്ത് ഭംഗിയാണെന്നറിയോ. കണ്ട നല്ല ഭംഗിയുള്ള
നമുക്ക് ഒരേ റൂമായിട്ട് കാണട്ടാ. ഇത് റൂം എന്നൊക്കെ പറയാനെങ്കിൽ ഒരു ഒന്നൊന്നര റൂമാണല്ലേ. കാരണം ഒരെണ്ണം പോലും ചെറുതില്ല, എല്ലാം വലിയ വലിയ റൂമുകളാണ്. നമുക്ക് ഒരേ റൂമായിട്ട് കാണാം. ഇതാണ് ഇതിന്റെ മെയിൻ ബെഡ്റൂം ഉണ്ട്. ഒരു ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 500 സ്ക്വയർ ഫീറ്റ് എടുക്കേണ്ടതുണ്ട് ഒരു ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം 500 സ്ക്വയർ ഫീറ്റ് ഏകദേശം ഉണ്ടാവും തോന്നുന്നുണ്ട്. ബെഡ്റൂമിന്റെ വലിപ്പം കണ്ട, അതിന്റെ കബോർഡ് കാര്യങ്ങള് അതെ, ഭയങ്കര വലിയ ബെഡ്റൂമാണ്. അതിന്റെ ഇപ്പുറത്തോട്ട് വേറൊരു പോർഷൻ വരുന്നുണ്ട, വലിയൊരു പോർഷൻ ഇപ്പുറത്തുണ്ട് അല്ലേ. അതിന്റെ കബോർഡും കാര്യങ്ങളൊക്കെ കണ്ട, എല്ലാം വൺ സെറ്റപ്പാണ്. ഒരെണ്ണം പോലും ലോക്കലില്ലെന്നുള്ളത്, എല്ലാരും പക്കയാണ് കണ്ട. സൗകര്യം കണ്ട, ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട. നമ്മൾ ഇതേ കൊടുത്തൊരു വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതേ കൊടുത്തൊരു ലക്ഷറി ഹൗസ്. കണ്ട ഇതിന്റെ അടുത്തത് ഡ്രസ്സിംഗ് കബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാ ഡ്രസ്സിംഗ് ഏരിയ, അതിന്റെ ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ, അത്രയും വലിപ്പമുള്ള ബാത്റൂംസാണ് കണ്ട. എല്ലാം ഭയങ്കര വലിയ ബാത്റൂംസാണ്, ടബ് വരെ ഉണ്ട്. എല്ലാ സെറ്റപ്പും ബാത്റൂമിൽ തന്നെ ഉണ്ടെന്നുള്ളത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂം എല്ലാരും നല്ല വലിപ്പമാണ്. രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ട്, അതിന് കബോർഡ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് കണ്ടാ. എന്താ ഒരു ലുക്ക് നോക്കി, എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നിനും നമ്മള് പുറത്തു പോകണ്ടെന്നുള്ളത്. ഒരു വീട്ടിൽ എന്തൊക്കെ സൗകര്യം വേണം അതെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളത്. എന്താ അടുത്ത ബാത്റൂം, അതിനും ടബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താ എല്ലാം നല്ല വലിയ ബാത്റൂമാണ്. ഇടുങ്ങിയൊരു സെറ്റപ്പ് ഇവിടെ ഇല്ലെന്നുള്ളത്, എല്ലാരും പക്ക. ഈ നടുമുട്ടം തന്നെ എന്തോ ഏരിയ ഉണ്ടെന്നറിയോ, ഇത്ര വലിയൊരു നടുമുട്ടവും. അതായത് കാണുമ്പോ തന്നെ മനസ്സിലാ ഈ റൂമിലാണെങ്കിൽ ഇവിടെ സാധനങ്ങളൊക്കെ ഡബ് ചെയ്ത് വെച്ചേക്കണം. ഈ റൂമിനകത്താണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണം. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ടല്ലോ വലിപ്പമുള്ളത്. നിങ്ങൾ വാങ്ങിച്ചു തന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുണ്ട് അതിന്റെ ബാത്റൂം, എല്ലാവരും നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. ഞാൻ പറഞ്ഞില്ല എന്താ, അതിലും ടബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അതിന്റെ ബൾബ് പോയി കിടക്കണിരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇടിമിന്നലുണ്ടായിരുന്നേ, ഇടി വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ ബൾബ് പോയതാണ്. അതിപ്പോ നിങ്ങൾ ഒരു മൃഗം മാറ്റിയിട്ടില്ല, എന്ന് മാറ്റിയിട്ടത്. നാലാമത്തെ ബെഡ്റൂം കണ്ട, ബെഡ്റൂമിന്റെ ഒക്കെ സെറ്റപ്പ് കണ്ട, അതിന്റെ കട്ടിലൊക്കെ കണ്ട, ഇതോടത്തെ കട്ടിലൊക്കെ കണ്ട. അതിന്റെ കബോർഡ് കാര്യങ്ങൾ എല്ലാം തടിയാണ്ട, വേറൊരു സംഭവം ഇല്ല, എല്ലാം തടിയിൽ ഫിനിഷ് ചെയ്തേക്കാണ്. പക്ക ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു വീട്. അതിന്റെ ബാത്റൂം, എല്ലാ ബാത്റൂമിലും ബാത്ത് ടബ് ഉണ്ട്. അത് കിടന്ന് കുളിക്കുക, ഇരുന്ന് കുളിക്കുക, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത്രയും സെറ്റപ്പിലാണ് വീട് ഫിനിഷ് ചെയ്തേക്കണം. എല്ലാവർക്കും ഒരുപോലെ സൗകര്യം കിട്ടും. ഒരേ ബെഡ്റൂമിന്റെയും സെറ്റപ്പ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതെല്ലാരും ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളത്. ഇത് അഞ്ചാമത്തെ ബെഡ്റൂം ഉണ്ടാ. അതിന്റെയൊക്കെ കട്ടിലും കാര്യങ്ങളൊക്കെ, കട്ടിലൊക്കെ വലിപ്പം ഇതൊക്കെ പണിയിപ്പിച്ചുണ്ടല്ലാണ്ട് മേടിച്ചേക്കണല്ല, ഇതെല്ലാം പണിതെടുത്താണ്. നല്ല തടിയും കൊണ്ട് പണിത കട്ടിലും കാര്യങ്ങളൊക്കെയാണ്. കബോർഡ് കാര്യങ്ങളെല്ലാം അത്രയും വുഡ് വർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊരിക്കലും ആവശ്യം നഷ്ടം വരില്ല. ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല, ഇത് നമ്മൾ കോട്ടയം കാരിത്താസിന്റെ അടുത്താണ്. കോട്ടയം കാരിത്താസിന്റെ അവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ ഈ വീട്ടിലോട്ട്. മെഡിക്കൽ കോളേജിലാണ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ. സെൻട്രലായിട്ട് കിടക്കുന്ന വീട്. 70 സെന്റും ഈ വീടിനെ കൂടി ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.25 കോടി രൂപയാണ്. 6,75,00,000 രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത്. ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യം, കാരണം ഈ വീടൊക്കെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയണ
ഒരു കാരണവശാലും നഷ്ടം വരില്ല. കാരണം അത്രയും വീടുണ്ട്. പിന്നെ വില നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ഉണ്ടോ, വില നമുക്ക് സംസാരിക്കാൻ ഒരു എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും സെറ്റപ്പിലുള്ള ഒരു വീടിന്ന് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാശ് പോരാണ്ട് വരും. കാരണം നമുക്ക് ഈ ഇതോടെ ഇപ്പോ പറമ്പിലും മരങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പ് ആക്കണമെങ്കിൽ 10-15 വർഷം കൊടുക്കും. ഇതാവുമ്പോൾ നമുക്ക് ആ സമയം ലാഭമാണ്. സമയത്തിനല്ല ഏറ്റവും കൂടുതൽ വില. അതും ടൗണിന്റെ ഹൃദയഭാഗത്ത്, കോട്ടയം ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും നല്ലൊരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സ്വപ്നം പോലെയല്ലേ. കാരണം ഇതേപോലത്തെ ഒരു വീട് നമുക്ക് കിട്ടാനില്ല. അപ്പൊ ലക്ഷറി വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഞാൻ അവസാനം നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ആര് വന്ന് കണ്ടാലും വീട് ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു വീടാണിത്. കാരണം വീടിന്റെ അകത്ത് നമുക്ക് ഒന്നും പറയാല്ലേ. നിങ്ങളുടെ മെയിൻ കിച്ചൺ കണ്ട് സെക്കൻഡ് കിച്ചൺ, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ. കിച്ചന്റെ ഒക്കെ വലിപ്പം കണ്ട, അതേ കൂടെ നല്ല സ്റ്റോറേജ് സ്പേസും എല്ലാം തടിയാണ്ട്, കബോർഡ് കാര്യങ്ങളെല്ലാം തടിയാണ്ട. സെക്കൻഡ് കിച്ചൺ എന്നൊക്കെയാണ്. ഫസ്റ്റ് കിച്ചൺ നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ലേ, സെക്കൻഡ് കിച്ചൺ വരെ ഇത്രയും സെറ്റപ്പാണ്. അത് അവിടുത്തെ ലൈറ്റ് പോയി കിടക്കുക. കഴിഞ്ഞ ദിവസം ഇടിമിന്നപ്പോഴേക്കും ഒരു ബൾബ് അടിച്ചു പോയായിരുന്നു എന്നാ പറഞ്ഞത്. ഇനി അത് നേരത്തെ പോയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സർവന്റ് ബെഡ്റൂം, ഇത് സർവന്റിനുള്ളേണ്ടത് കണ്ട, സർവന്റിന് ഒരു ഇതിനകത്ത് റൂമുള്ളെന്നുള്ളത് കണ്ട, അതാണ് 6ാമത്തെ റൂം സർവന്റിനുള്ളത്. സർവന്റിന് താമസിക്കാനുള്ള റൂം. ഇനി തൊട്ടിപ്പുറത്ത് തന്നെ സർവന്റിനുള്ള ബാത്റൂം ഉണ്ട്. ഇവിടെ നമ്മള് റഫ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. 3ാമത്തെ കിച്ചൺ എന്ന് പറയാ. ഇത്രയും സെറ്റപ്പുകളും ഉണ്ട്. ഇവിടെ സർവന്റിനുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് ഒരു ലക്ഷറി വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും അതെല്ലാം ഉണ്ട്. ഇത് അതായത് ലക്ഷറി എന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഇത് ലക്ഷറി എന്നുള്ള പേരെ ഒന്നും പറയാനില്ല. കാരണം ഇത്രയും സൗകര്യങ്ങളാ. ഇതാണ് മെയിൻ കിച്ചൺ. നിങ്ങളുടെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊണ്ട് ഡോർ കൂട്ടിയിട്ടാണ്. നിങ്ങൾ വരുമ്പോ തുറന്നു കാണിക്കട്ടോ. എന്റെ താക്കോല് ഞാൻ നേരെ കണ്ടില്ലായിരുന്നു. ഇത് കണ്ട. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഞാൻ പറയില്ല ഒരു ഹാളുണ്ടെന്ന്, അതും കൂടി കാണിച്ചു തരാം. ഹാളുണ്ട്, ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിലൊക്കെ വന്ന് ഇരുന്നാൽ തന്നെ ഉണ്ടല്ലോ എന്തൊരു വൈബാണെന്നറിയോ. വേറൊരു ലെവലാണ് ആ ബാൽക്കണിയിലൊക്കെ പോയിരുന്നാൽ. കണ്ടോട്ടോ, വലിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീടിന്റെ എത്ര ഉണ്ടാകുന്നുണ്ട് ഈ ഹാള്. താഴത്തെ ഹാളിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ, ഒരു കല്യാണം ഇന്നത്തെ സുഖോട്ട് എടുത്ത് അത്രയും വലിപ്പമുണ്ട്. ഒരു ഓഡിറ്റോറിയം പോലും വാടകയുണ്ട്. ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ വീട്ടിൽ വന്ന് ഞാനൊക്കെ വീടിന്റെ അകത്ത് വെച്ചാൽ പരിപാടി ഉണ്ടാ. ഇത് ഹാളുണ്ട, എന്താ വലിപ്പം നോക്കി. എല്ലാ സെറ്റപ്പുള്ള ഒരു വീട്. ഇവിടെ TV സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കണം. ഉണ്ടാ, ഇനി നമുക്ക് ഇതിന്റെ ബാൽക്കണി എന്നുള്ള കാഴ്ച കാണിച്ചു തരാം. ബാൽക്കണി ഞങ്ങള് പുറത്തോട്ട് നോക്കുമ്പോൾ നോക്കി എന്താ ഒരു ലുക്ക് നോക്കി. എല്ലാവരും മനസ്സിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതുപോലുള്ളൊരു വീട്. കണ്ട, ഇത് ഫ്രണ്ടിലൊക്കെ കാണാൻ കാരിത്താസിലെ ഡോക്ടർമാരാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്. നമ്മളെത്തി ഈ ഫ്രണ്ടിൽ താമസിക്കുന്നതൊക്കെ ഡോക്ടർമാരാണ്. അതാണ് നല്ല പ്രൈം ലൊക്കേഷൻ അത്. അവിടെയൊക്കെ നേരെ കാണുന്നതൊക്കെ ഇഷ്ടംപോലെ വീടുകളാണ്. ഇതൊക്കെ ഇവിടെ കംപ്ലീറ്റ് ഡോക്ടർമാര് താമസിക്കുന്ന സ്ഥലമാണ്. പുറത്തുള്ള ആൾക്കാരില്ലെന്ന് തന്നെ പറയാം. കാരണം കാരിത്താസ് ഹോസ്പിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഹോസ്പിറ്റൽ, ഭയങ്കര വലിയ ഹോസ്പിറ്റലാണ്. എല്ലാ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ മെഡിക്കൽ കോളേജ്. കാരണം ഇവിടെ കൂടുതൽ ഡോക്ടർമാര് താമസിക്കുന്നത്. കാരണം ഈ ഹോസ്പിറ്റലെല്ലാം അടുത്തുള്ള കാരണമേ നടുകൂട്ടത്തിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് അതും കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ വീട്ടില് എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കാം. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.